ഡെക്കാൻ പീഠഭൂമിയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വയനാട് ജില്ലയുടെ ഭൂപ്രകൃതി കേരളത്തിലെ മറ്റു ജില്ലകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. കബനി നദിയുടെ ജന്മസ്ഥലമായ ഈ പ്രദേശം പടിഞ്ഞാറൻ തീരത്തെ നിത്യഹരിത വനങ്ങളെയും കിഴക്കൻ മേഖലയിലെ ഇലപൊഴിയും കാടുകളെയും വേർതിരിക്കുന്ന തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്താണ് ഉള്ളത്. വർഷത്തിൽ ശരാശരി 300 സെന്റിമീറ്റർ മഴ ലഭിക്കുന്ന ഇവിടെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും സ്ഥിരമായി സംഭവിക്കുന്നു. 1984 മുണ്ടക്കൈ ദുരന്തം മുതൽ കഴിഞ്ഞ വർഷത്തെ ദുരന്തങ്ങൾ വരെ നീളുന്ന ചരിത്രം വലിയ ആൾനാശത്തിനാണ് കാരണമായത്. അശാസ്ത്രീയമായ ഭൂവിനിയോഗവും വനനശീകരണവുമാണ് ദുരന്തങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതെന്ന് 2010 NIT റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വൻകിട പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ പാരിസ്ഥിതിക നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നത് ആശങ്കപ്പെടുത്തുന്നു. 2023 മാർച്ചിൽ തുരങ്കപ്പാതയ്ക്കായി 17.263 ഹെക്ടർ വനഭൂമി വിട്ടുനൽകാൻ ഉത്തരവിട്ടെങ്കിലും ഇതിനായുള്ള കർശനമായ വനവൽക്കരണ വ്യവസ്ഥകൾ ഇനിയും നടപ്പായിട്ടില്ല. ഭാവിയിലെ ദുരന്തങ്ങൾ ലഘൂകരിക്കാൻ കാലാവസ്ഥാ സാക്ഷരത അടിയന്തരമായി നടപ്പിലാക്കണം. പരിസ്ഥിതിലോല മേഖലകളിൽ വാർഡ് തലത്തിലുള്ള ക്ലൈമറ്റ് കമ്മിറ്റികൾ പ്രവർത്തനസജ്ജമാക്കുകയും ആധുനിക ശാസ്ത്രവും തദ്ദേശീയ അറിവുകളും സമന്വയിപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.